നമസ്കാരം. ഫാസ്റ്റ് ക്രിക്കറ്റ് വാർത്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അഭിഷേക് ശർമ്മയുടെ കഷ്ടകാലം തീരുന്നില്ല. ഇന്ത്യയുടെ വമ്പൻ പ്രതീക്ഷയായിരുന്ന അഭിഷേക് നെതർലാൻഡ്സിനെതിരെയും ഡെക്കായി മടങ്ങിയതോടെ ആരാധകർ കലിപ്പിലാണ്. ഇതാണോ നിങ്ങളുടെ ഒന്നാം നമ്പർ ബാറ്റർ എന്ന ചോദ്യവുമായി ഗിൽ ആരാധകരും സഞ്ജു ആരാധകരും രംഗത്തെത്തിക്കഴിഞ്ഞു. പാകിസ്ഥാൻ താരത്തിന്റെ മോശം റെക്കോർഡിനൊപ്പമെത്തിയ അഭിഷേകിന്റെ ഈ പ്രകടനം ഇന്ത്യയുടെ സൂപ്പർ 8 പ്രതീക്ഷകളെ ബാധിക്കുമോ? T20 ലോകകപ്പിൽ തുടർച്ചയായ മൂന്നാം ഇന്നിംഗ്സിലും അദ്ദേഹം ഡെക്കായ് ക്രീസ് വിട്ടിരിക്കുകയാണ്. ഗ്രൂപ്പ് എയിലെ 4ാമത്തെയും അവസാനത്തെയും മത്സരത്തിൽ നെതർലാൻഡ്സിനെതിരെയാണ് അഭിഷേകിന് അക്കൗണ്ട് തുറക്കാനാവാതെ മടങ്ങേണ്ടി വന്നത്. ഇന്ത്യൻ വംശജനായ ആര്യൻ ദത്തെറിഞ്ഞ ആദ്യ ഓവറിലെ 3ാമത്തെ പന്തിലായിരുന്നു അദ്ദേഹത്തിന്റെ മടക്കം. ആദ്യത്തെ 2 ബോളിലും അക്കൗണ്ട് തുറക്കാൻ അഭിഷേകിനായില്ല. തൊട്ടടുത്ത പന്തിൽ താരം ക്ലീൻ ബൗൾഡാവുകയും ചെയ്തു. പുൾ ഷോട്ടിനായിരുന്നു അദ്ദേഹത്തിന്റെ ശ്രമമെങ്കിലും ടൈമിംഗ് പാളിയപ്പോൾ ലെഗ് സ്റ്റംപ് തെറിക്കുകയായിരുന്നു. വീണ്ടും ഒരു ഫ്ലോപ്പ് ഷോയ്ക്ക് പിന്നാലെ വൻ വിമർശനമാണ് സോഷ്യൽ മീഡിയയിൽ അഭിഷേക് നേരിടുന്നത്. T20 ലോകകപ്പിന് തൊട്ടുമുമ്പ് ഇന്ത്യൻ ടീമിൽ നിന്നും പുറത്താക്കപ്പെട്ട ഏകദിന ടെസ്റ്റ് ടീം ക്യാപ്റ്റനും യുവ സൂപ്പർ താരവുമായ ശുഭ്മൻ ഗില്ലിനെ തിരികെ വിളിക്കൂവെന്നാണ് സോഷ്യൽ മീഡിയയിൽ ആരാധകർ ആവശ്യപ്പെടുന്നത്. അഭിഷേക് ശർമ്മയെയും സഞ്ജു സാംസണിനെയും ലോകകപ്പിന് ശേഷം ടീമിൽ നിന്നും ഒഴിവാക്കൂ എന്നും അവർ പറയുന്നു. ഈ ലോകകപ്പിൽ ഫസ്റ്റ് ചോയ്സ് ഓപ്പണർമാരായി ഇന്ത്യൻ ടീമിലെത്തിയ അഭിഷേക് ശർമ്മയുടെയും സഞ്ജു സാംസണിന്റെയും പ്രകടനം നോക്കൂ. അഭിഷേക് ഇതിനകം കളിച്ച 3 ഇന്നിംഗ്സുകളിലും ഡെക്കായപ്പോൾ സഞ്ജു ഏക മത്സരത്തിൽ നേടിയത് 22 റൺസുമാണ്. ഇപ്പോഴാണ് ശുഭ്മൻ ഗില്ലിന്റെ വില ഇന്ത്യ അറിഞ്ഞത്. ശുഭ്മൻ ഗിൽ 20 മുതൽ 30 വരെ കളിൽ പുറത്തായപ്പോൾ പഴിച്ചവർ എവിടെ? അഭിഷേക് ശർമ്മയെപ്പോലെ ഇത്രയും മത്സരങ്ങളിൽ ഗിൽ ഒരിക്കലും ഡെക്കായി മടങ്ങില്ല. ഈ ലോകകപ്പിന് ശേഷം T20യിൽ ഇന്ത്യയുടെ ഫസ്റ്റ് ചോയ്സ് ഓപ്പണർമാരായി ഗില്ലും ഇഷാൻ കിഷനും വേണം. ടീമിന് ഏറ്റവും പെർഫെക്റ്റ് ഓപ്പണിംഗ് ജോഡികളും ഇവർ തന്നെയാണ്. ഒരാൾ തകർത്തടിക്കുമ്പോൾ മറ്റൊരാൾ ഇന്നിംഗ്സിന് സ്ഥിരതയും നൽകും എന്നിങ്ങനെയാണ് സോഷ്യൽ മീഡിയയിലെ വിവിധ പ്രതികരണങ്ങൾ. നെതർലാൻഡ്സുമായുള്ള മത്സരത്തിലെ ഡെക്കോയുടെ നാണക്കേടിന്റെ ഓൾ ടൈം ലിസ്റ്റിലും അഭിഷേക് ശർമ്മ ഇടം നേടിയിരിക്കുകയാണ്. അന്താരാഷ്ട്ര T20യിൽ ഒരു കലണ്ടർ വർഷത്തിൽ ഏറ്റവുമധികം ഡെക്കുകളെന്ന ലോക റെക്കോർഡ് പാകിസ്ഥാന്റെ സയിം അയ്യൂബിന്റെ പേരിലാണ്. കഴിഞ്ഞ വർഷമാണ് 6 ഡെക്കുകളുമായി അദ്ദേഹം നാണക്കേടിന്റെ റെക്കോർഡിട്ടത്. ഇതിനു തൊട്ടരികെ ഇപ്പോൾ അഭിഷേകും എത്തി. ഇനിയൊരു കളിയിൽ കൂടി ഡെക്കായാൽ സയിമിനൊപ്പം ഇന്ത്യൻ ഓപ്പണറുമെത്തും. നാണക്കേടിന്റെ റെക്കോർഡുകൾക്ക് മുന്നിൽ അഭിഷേക് ശർമ്മ പതറുമ്പോൾ ഇന്ത്യൻ ടീം മാനേജ്മെന്റ് എന്ത് തീരുമാനമെടുക്കും എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ക്രിക്കറ്റ് ലോകത്തെ ചൂടുള്ള വാർത്തകൾക്കായി ചാനൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ.